ഞാനിപ്പോൾ നിങ്ങൾ വിൽക്കുന്ന വീടുകളിൽ മാത്രം പോയാൽ മതിയോ? എല്ലായിടത്തും വേണ്ട രൂപ അപമൃത്യു നടന്നിട്ടുള്ളത് മാത്രം. അതെ, ഈ നോട്ടോറിയസ് ആയിട്ട് മർദ്ദനം നടന്ന വീടുകള്, പിന്നെ ആത്മഹത്യ, അങ്ങനെ അങ്ങനെ ഒരു 10-28ഓളം വീടുകൾ ഞാൻ ഈ കേരളത്തിൽ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാത്തിനും ഒരു പൂജ മതിയോ? ആദ്യം ഞാനൊന്ന് പ്രശ്നം വെച്ച് നോക്കി ദോഷപരിഹാരങ്ങളൊക്കെ നിശ്ചയിച്ചു കഴിഞ്ഞാൽ രൂപ നിങ്ങോട്ട് ചെയ്തു കൊടുത്താൽ മതി. അന്ന് വക്കീലിൻ്റെ മകൻ്റെ പൂജയ്ക്ക് വന്നില്ലേ തൻ്റെ ഒരു കസിനൊരു വിദ്വാൻ ഓമെടുക്കണ ഓമെന്ന ഗംഭീരവും. പ്രവേന്ദു പാർട്ട് ടൈമാ, കുട്ടികളുടെ കേസ് മാത്രം. ഇതുപോലത്തെ റിസ്കി കേസുകളൊക്കെ ഞാൻ തന്നെ എടുക്കാറ്. എന്താണ് ഈ കുടുംബ കോടതി വക്കീലിന്റെ ഓഫീസ്? മ്യൂച്വൽ ഡിവോഴ്സാണോ? അല്ല, എനിക്ക് ഓക്കെയാണ്, പക്ഷെ ഭാര്യയ്ക്ക് വേണ്ടാത്തത്. അതിപ്പോൾ ഇവിടെ തന്നെ തീർക്കാവുന്നല്ലേ ഉള്ളൂ. ഏതായാലും വക്കീലിനെ കണ്ടോന്നുള്ളൂ, അപ്പുറത്തെ കട. അപ്പം ഈ എമൗണ്ടിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ? ഈ കൂട്ടക്കൊല്ലം നടന്ന വീടുകളിലെ ഒന്നിൽ കൂടുതൽ പ്രേതങ്ങളുണ്ടെങ്കിലോ? അത് ഡിപ്പെൻസ്. പിന്നെ തിരുമേനിക്ക് നെഗോഷിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ തരാം. അങ്ങനെയാണെങ്കിൽ പ്രേതം പെർ ഹെഡ് ഓക്കെ അല്ലേ? ഓക്കെ. ഇത് പിടിച്ച് ഒറ്റ വലി. ഇതെന്തൊരു എളുപ്പ? കണ്ണിന് ഇഷ്ടാവില്ല. തുളസി, അടുക്കളേന്ന് പപ്പുവിൻ്റെ ആ നീല സ്പ്രേ എടുത്തോ, അല്ലെങ്കിൽ വേണ്ട, ഞാൻ വരാം. ഓ എന്തോട്ടി, അച്ഛൻ വരുന്നുണ്ട്, ചെന്നോ. ഊണാകുമ്പോൾ ഞാൻ വിളിക്കാം. ഇയാൾ ഇവിടെ ഉണ്ടോ? അപ്പൊ അകത്താരാ? അത് സ്പീക്കർ എന്നാ വിളിച്ച. എന്നിട്ട് ഇപ്പം നിന്നല്ലോ. ആ, ഞാൻ നോക്കട്ടെ. ഞാനിവിടെ ഇല്ലാത്ത പീവ കപ്പായിട്ട് ഇവിടെ ഒന്നും ചെയ്യരുത്. അല്ല, വലിയ കുക്കിംഗ് പ്ലാൻസ് ഒക്കെ ആയിരുന്നല്ലോ, എന്ത് പറ്റി? ചേച്ചിനെ ഇത്രയും വേഗം ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞു? അത് അച്ഛൻ പപ്പുവിൻ്റെ അടുത്തുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ അങ്ങോട്ട് കയറി പോന്നു. ബൈ ദ വേ, നിങ്ങൾ രണ്ടാളും എന്നാ മിണ്ടാത്ത? എന്നതാ റീസൺ? പപ്പു തന്നെ. അതിന് പപ്പു എന്നാ ചെയ്തത്? അത് അമ്മ മരിച്ച ദിവസം എല്ലാവരും ഉണ്ടായിരുന്നു. കരച്ചിലും ബഹളമൊക്കെ ആയിട്ട് ആകെ സീനായിരുന്നു. ബോഡി എടുക്കാറായപ്പോൾ പപ്പു കിടന്ന് ഭയങ്കര കൊര. അമ്മയായിരുന്നു അവൻ്റെ ഫേവറേറ്റ്. അവൻ്റെ പുറകിൽ കെട്ടിയിട്ടേക്കായിരുന്നു. അപ്പം ഞാൻ ഓടിച്ചെന്ന് അവനെ എടുത്തുകൊണ്ട് വന്നു. അവൻ അവസാനമായിട്ട് അമ്മേനൊന്ന് കാണണമല്ലോ. അവനെ കണ്ടതും അച്ഛനൊറ്റ അലർച്ചയാണ്, ഇറങ്ങിപ്പോ രണ്ടാളും. അച്ഛനൊരു ജീവികളെ ഇഷ്ടമല്ലായിരുന്നു. പപ്പുവിനെ തിരിഞ്ഞു പോലും നോക്കൂല. ഞാൻ അവനെ കൊണ്ട് പുറത്തിറങ്ങി നിന്നു, ചടങ്ങുകളൊക്കെ തീരുന്നവരെ. എനിക്കും പപ്പുവിനും അമ്മയുടെ കൂടെ ഇരിക്കാനുള്ള ലാസ്റ്റ് ചാൻസാണ് അച്ഛനൊന്നും ഇല്ലാതാക്കിയത്. അത് കഴിഞ്ഞ പിന്നെ ഞാനങ്ങനെ മിണ്ടാറില്ല. ഊണൂലൂര് പിന്നെ അച്ഛനും. അത് അന്നല്ലേ? പ്രഭയ്ക്കിപ്പോ പൂണൂലും ഉണ്ട്, പിന്നെ പപ്പുവിന്റെ ഫേവറേറ്റ് ആയിട്ട് അച്ഛനും ഉണ്ട്. പിന്നെ എന്നാത്തിനാ മിണ്ടാതിരിക്കുന്നത്? ഇനി പറ്റില്ല, അങ്ങനെ സെറ്റായിപ്പോയി. എന്നാ അതങ്ങ് റീസെറ്റ് ചെയ്യും. സി പ്രഭ, ഇപ്പൊ ഒരാളോടെ പിണങ്ങിയിട്ട് അത് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാന്ന് വെച്ചാൽ അത് വലിയ കഷ്ടപ്പാടാണ്. ലൈഫ്സ് ടു ഷോർട്ട് ഫോർ ഓൾ ദാറ്റ്. താങ്ക് യു. ഫോണിലെ വിളിച്ച തുളസി ആഹാരം കഴിക്കാൻ വിളിക്കുന്നു, വാ. ഞാൻ ഉണ്ടാവും. ഇന്നോടെ ഞാൻ പറയാം. ശരി. നീലകണ്ഠനാണോ? ദീപുവേട്ടൻ കട വന്നിട്ടുണ്ട്. കാർത്തികൾക്ക് ഇന്ദു വരുമെന്ന് ചോദിക്കാൻ വിളിച്ചതാ. ചെറിയ അവനവരോട് നേരിട്ട് വെക്കാൻ ഒരു മടി. എന്തോ ഭക്ഷണം കഴിച്ചിട്ട് ബൈക്ക് എടുത്തിട്ട് കൂടെ പോയിട്ടുണ്ട്. വല്യമ്മാവാ, ഇന്ദുവിനിയുടെ ആയിട്ട് എന്തോ ഒരു വ്യത്യാസമുണ്ടോ? അത് ഞാൻ തന്നോട് ചോദിക്കാതിരിക്കായിരുന്നു. ഒന്നുറപ്പാ, ഒരു പ്രേമമുണ്ട്. പ്രേതോ? പ്രേതമല്ലടോ, പ്രേമം. എങ്ങനെ മനസ്സിലായി?
ഇന്ന് ഞാൻ കൈയോടെ പിടിച്ചു. ഫോണിലൂടെ എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ലക്ഷണം വെച്ച് നോക്കുമ്പോൾ അപ്പുറത്തൊരു പെൺകുട്ടിയാ. ഷോ, ഞാൻ അറിയാതോ? തനിക്കറിയാൻ പാടില്ലാത്ത എന്തെല്ലാം ഉടരുവേ. ഈ പൂജാവിധികളെ മുഴുവൻ തനിക്കറിയാവോ? ആ, പെങ്ങളെ പാചകക്കാരൻ നമ്പൂതിരിക്ക് കൊടുക്കുമ്പോൾ ഓർക്കണമായിരുന്നു. അവിടുന്ന് ഇവിടം വരെ ഞാൻ എത്തിയതേ എൻ്റെ മിടുക്ക. അത് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. വല്യമ്മാവ, ഞാൻ ഈ ബാധ ഒഴിപ്പിക്കലിൽ ഫോക്കസ് ചെയ്താലോ എന്നാലേക്കോ? ഇത് പാരമ്പര്യമായി ചെയ്തു വരുന്ന ഇല്ലകളുണ്ടരുവേ. ഇതിൻ്റെ സൈഡ് എഫക്ട്സ് ഇല്ലാതിരിക്കണമെങ്കിൽ തലമുറകളായി കൈമാറി വരുന്ന സ്ഥിതിയും ചൈതന്യവും ആവശ്യമുണ്ട്. ഞാൻ പ്രോപ്പറായിട്ട് സ്റ്റഡി ചെയ്തിട്ട് ചെയ്യുന്നേ, അതുകൊണ്ട് ഭയമൊന്നുമില്ല. ഭയം നല്ലതാണ്. മനുഷ്യവർഗത്തിന് ആദ്യമായിട്ടുണ്ടായ വികാരം ഭയമാണ്. ഫോർ ബേസിക് സേഫ്റ്റി. ബാധ ഒഴിപ്പിക്കുമ്പോൾ ഞാൻ ബേസിക് സേഫ്റ്റി ഒക്കെ നോക്കാറുണ്ട്. ഈ ബാധ 3 ടൈപ്പുണ്ട്, അറിയോ? അറിയില്ല. രന്തുകാമൻ, ഭോക്തുകാമൻ, ഹന്തുകാമൻ. ഇതിൽ ആദ്യത്തെ 2 പേര് പാവങ്ങളാണ്. പക്ഷേ ഹന്തുകാമൻ ഹനിക്കാൻ വരുന്നതാ, ജീവനും കൊണ്ടേ പോകും. അന്നമ്മ ജോസഫ്, born in 1932. ഇതുമല്ല. ഡെലിലു, ഇവിടെ ടെസ്സ എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട്, 88 ബോൺ. ഓർത്തു നോക്കിയേ, ടെസ്സ എന്നങ്ങാനാണോ പേര്? No, 88 born means she's over 30. എന്നെ കണ്ട എത്ര പ്രായം തോന്നിക്കും? ഒരു 20. What? I'm not that old. ഇവിടെ അടുത്ത് വേറെ ഏതെങ്കിലും മാത്തുമ്മ പള്ളിയുണ്ടോ? ഇവിടെ ഇനി ജില്ല മാറി കയറിയ പ്രേതമാണെങ്കിൽ വല്ല കോട്ടയം തിരുവല്ല വലുത് നോക്കേണ്ടി വരും. സാരല്ല, തപ്പാം. ലില്ലിക്കുട്ടി. എൻ്റെ പേരെങ്കിലും ഒന്ന് കിട്ടിയാൽ മതിയായിരുന്നു. ഡോൺ വെറി ഡെലിലു, നമുക്ക് ട്രൈ ചെയ്യാന്നേ. അല്ലേ ലില്ലിക്കുട്ടി? വെല്ലിമിച്ച അറിയാവോ? അല്ല, വെല്ലിമിച്ച അറിയാവോ? ആ, വെല്ലിച്ചി പിന്നെ 8ാം ക്ലാസ്സിൽ ട്യൂഷൻ എടുത്തിട്ടുണ്ട്. ഞങ്ങൾ മനസ്സിലായില്ലേ? ആ, ഓട്ടുകമ്പനിയുടെ അടുത്തുള്ള കളരിക്കിലെ ഡേവിസ്. പിന്നെ ഡേവിസേട്ടാ നമ്മുടെ സ്വന്തം ആളാണല്ലോ. ഡേവിസാണ് ഞാൻ. ഡേവിസേട്ടാ, ഇവിടെ അടുത്ത് പിന്നെ ഫ്രഷ് സെമിത്തേരി എവിടെയുള്ളത്? സെമിത്തേരി സെന്റ് ജോർജ്. അവിടെ പോയി. പിന്നെ നമ്മളെ പിന്നെ പാലേപ്പറമ്പിലെ പാലേപ്പറമ്പ് പള്ളി പോയായിരുന്നോ? ആ, അതും പോയി. പിന്നെ വേറെ സെമിത്തേരി ഇല്ല. ഇല്ല അല്ലേ? എന്നാ ശരി, പെണിക്ക് പോവാ. ശരി, വാ. ആ ടീഷർട്ട് മാറി ചുരിദാറിട്ടപ്പോൾ എന്തെങ്കിലും ഭംഗിയായി നോക്കി. അരിയുണ്ടോ? രൂപേ, എന്തു ഇവിടെ? ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, പക്ഷെ അകത്തോട്ട് കയറിയില്ല. ഒന്ന് ചെന്ന് നോക്ക് രൂപ, ഇവിടെ ഒന്ന് നിൽക്കാൻ പറ. ശരി ദീവട്ടാ.